Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിന്റെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന സബ്ജക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കുറച്ച് എക്സ്ട്രാ വെറൈറ്റി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പ്രീവിയസ് ഇയേഴ്സിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കിയിട്ടാണ് അതിൽ നിന്ന് ഈ ടേംസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും വാട്സാപ്പിലും ഇൻസ്റ്റയിലായിട്ട് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടേംസ് ആണ്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ളതാ. നിങ്ങൾക്ക് ഈ വർഷം ചോദിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. നമുക്ക് എന്നാലും ഒരു ഐഡിയ കിട്ടും. എന്തായാലും ഇത് പഠിച്ചു പോകുമ്പോൾ ഈ ഏരിയാസിനെ കുറിച്ച് എന്തായാലും നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒക്കെ ചോദിക്കാണ്ടും ഇരിക്കില്ല. അപ്പം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഇമെയിൽ സ്പൂഫിംഗ് എന്നുള്ളതാണ്. ഇമെയിൽ സ്പൂഫിംഗ് ഈസ് എ ത്രെറ്റ് ദാറ്റ് ഇൻവോൾവ് സെൻഡിങ് ഇമെയിൽ മെസ്സേജ് വിത്ത് എ ഫേക്ക് സെൻഡർ അഡ്രസ്സ്. ഒരു ഫേക്ക് സെൻഡർ അഡ്രസ്സിലൂടെ നമുക്ക് ഇമെയിലുകൾ വരികയാണെങ്കിൽ അതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അതൊരു ത്രെറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ട്രാൻസാക്ഷണൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ ഫിക്ഷൻ റൈറ്റിംഗ് ദാറ്റ് ഇസ് യൂസ് ടു കൺവേ ഇൻഫോർമേഷൻ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ മെയിൻ ആയിട്ട് അത് ബിസിനസ്സിലാണ് യൂസ് ചെയ്യുന്നത്. ടു എക്സ്ചേഞ്ച് ദ ഇൻഫർമേഷൻ ആൻഡ് കണ്ടക്ട് ദ ട്രാൻസാക്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് അത്. അടുത്തത് എന്താണ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ. ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ. അതായത് കുറച്ച് കുട്ടികൾ ഓൺലൈനായിട്ട് പഠിക്കുന്നു, കുറച്ച് കുട്ടികൾ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ചില എഡ്യൂക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എക്സാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ, എക്സാം നമ്മൾ നേരിട്ട് പോയി എഴുതണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഓൺലൈൻ്റെയും ഓഫ്ലൈൻ്റെയും മിക്സ് ആണ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദാറ്റ് കമ്പൈൻസ് ഇൻ പേഴ്സൺ ആൻഡ് ഓൺലൈൻ ലേണിംഗ്. ഇൻ പേഴ്സൺ ഉണ്ടായിരിക്കും, അതായത് നേരിട്ടും ഉണ്ടായിരിക്കും, ഓൺലൈൻ ലേണിംഗും ഉണ്ടായിരിക്കും. സം സ്റ്റുഡൻസ് അറ്റൻഡ് ദ ക്ലാസ് ഇൻ പേഴ്സൺ ആൻഡ് വൈൽ അതേഴ്സ് ജോയിൻ വിർച്വലി. അതാണ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം എന്താണ് വെബിനാർ. വെബിനാർ is a live online presentation or workshop that allows people to attend virtually. ഓൺലൈൻ ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പ്രസന്റേഷൻ വർക്ക്ഷോപ്പുകളെയാണ് വെബിനാർ എന്ന് വിളിക്കുന്നത്. ആ ടേം എന്ത് രണ്ട് വേർഡ്സിന്റെ മിക്സ് ആണ്, വെബും സെമിനാറും. അതായത് സെമിനാർ നമ്മൾ ഓൺലൈൻ വെബ് ത്രൂ എടുക്കുകയാണെങ്കിൽ അതാണ് വെബിനാർ എന്ന് പറയുന്നത്. അടുത്തത് എലമെന്റ്സ് ഓഫ് ഇ കണ്ടന്റ് ആണ്. ഇ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കണ്ടന്റ്സ്. ദാറ്റ് മീൻസ് നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ്, ഇമേജ് ആവാം, വീഡിയോ ആവാം, ഓഡിയോ ആവാം, PDF ആവാം, വേർഡ് ഫയൽ ആവാം, PPT ആവാം, ഇതിനെല്ലാം നമ്മൾ ഇ കണ്ടന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അതിന്റെ എലമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എന്നൊക്കെ പറയാൻ സാധിക്കും. വെർച്വലി അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കണ്ടന്റുകളാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് മീഡിയ അഡ്വർടൈസിങ്. ഇതൊക്കെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്ന സാധനങ്ങളേ ഉള്ളൂ. മീഡിയ അഡ്വർടൈസിങ് പ്രൊമോട്ട്സ് ദ പ്രൊഡക്ട്സ് ത്രൂ വേരിയസ് ചാനൽസ്. മീഡിയ വഴി, മീഡിയ ഇൻ ദ സെൻസ് അത് ഓൺലൈൻ ആഡ്സ് ആവാം, TV കൊമേഴ്ഷ്യൽസ് ആവാം, പ്രിന്റ് ആഡുകളാവാം, സോഷ്യൽ മീഡിയ ആവാം, അങ്ങനെ പലതരത്തിലുള്ള മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അഡ്വർടൈസിങ് നടത്തുകയാണെങ്കിൽ, അതിപ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് ഓർ സർവീസിന്റെ പ്രൊമോഷനാണ് ഉദ്ദേശിക്കുന്ന അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മീഡിയ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സിംപ്ലി അഡ്വർടൈസിങ് ത്രൂ മീഡിയ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ആരാണ് വിർച്വൽ അസിസ്റ്റന്റ്. വിർച്വൽ അസിസ്റ്റന്റ് നമുക്ക് ഇന്ന് എല്ലാവർക്കും ഫെമിലിയർ ആണ്. നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റും അലക്സും സിറിയൊക്കെ അല്ലെ, അതിനെയാണ് വിർച്വൽ അസിസ്റ്റന്റ്. വിർച്വൽ അസിസ്റ്റന്റ് ഹെൽപ്സ് വിത്ത് സം ടാസ്ക്. ചില ടാസ്കുകൾ വിർച്വലി നമുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുക. സിറിയും അലക്സയും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് എന്താണ് വീഡിയോ മാർക്കറ്റിംഗ്. വീഡിയോ മാർക്കറ്റിംഗ് പ്രൊമോട്ട്സ് ദ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ത്രൂ വീഡിയോസ്. പ്രൊഡക്ട്സിന് മാത്രമല്ല സർവീസിനും കൂടി എഴുതിക്കോളൂ. പ്രൊഡക്ട്സ് ഓർ സർവീസിന്റെ പ്രൊമോഷൻ നമ്മൾ വീഡിയോസിലൂടെ നടത്തുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വീഡിയോ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്തത് എന്താണ് സൈബർ വെൻഡലിസം. സൈബർ വെൻഡലിസം എന്ന് പറയുന്ന ഒരു ഇന്റൻഷണൽ ഓൺലൈൻ ഡാമേജ്. വെൻഡലിസം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അപ്പം നമ്മൾ ഓൺലൈനായിട്ട്, അതായത് സൈബറിലൂടെ നമ്മൾ പലതരത്തിലുള്ള ഡാറ്റകൾ നശിപ്പിക്കുക, ഹാക്ക് ചെയ്യുക, വെബ്സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യുക, പലതരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കുക, മാൽവെയർ സ്പ്രെഡ് ചെയ്യുക. മാൽവെയർ, ആഡ്വെയർ, സോഫ്റ്റ്വെയർ ഒക്കെ എന്താണെന്ന് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ സൈബർ വെൻഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ത്രെറ്റ് അനുഭവിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ എന്ന് പറയുന്നത്.
ആഡ്വെയർ അഡ്വർടൈസ്മെന്റ്സുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള സോഫ്റ്റ്വെയർ ആണ് ആഡ്വെയർ എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ആരാണ് ഗൂഗിൾ സ്കോളർ? Google Scholar is a web search engine that specifically searches scholarly literature and academic sources. Academic sources and literature ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ് ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. അപ്പോൾ വൈറ്റ് ഹാറ്റ് ഹാക്കറും ഉണ്ട് കേട്ടോ. അതായത് എത്തിക്കൽ ഹാക്കേഴ്സിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കർ. അവർ ചെയ്യുന്ന ഹാക്കിംഗ് ആണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. ഇറ്റ് പ്രൊട്ടക്ട് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഡാറ്റ. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഡാറ്റയിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹാക്കിംഗ് ആണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. അത് ചെയ്യുന്ന ഹാക്കേഴ്സ് ആണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും ഉണ്ട്. അൺഎത്തിക്കൽ ആയിട്ടുള്ള രീതിക്ക്, അതായത് അവർ എന്താ പറയുക, ഒരു നെഗറ്റീവ് ടേം ആണത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്നൊക്കെ പറയുന്നത്. അവർ അൺഎത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എന്താ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടൊക്കെ ഹാക്കിംഗ് നടത്തുന്നവരാണ്, റിവെഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ഹാക്കിംഗ് നടത്തുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. അവർ ചെയ്യുന്നതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. അടുത്തത് പോപ്പുലർ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ എഴുതാനാണ് പറയുന്നത്. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ, വാൾമാർട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അടുത്തത് എന്താണ് വിർച്വൽ ക്ലാസ് റൂം? എ വിർച്വൽ ക്ലാസ് റൂം ഈസ് എൻ ഓൺലൈൻ ലേണിംഗ് എൻവയോൺമെന്റ്. ഇറ്റ് കണക്ട്സ് ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് റിമോട്ട്ലി. അതായത് വിർച്വൽ ആയിട്ടുള്ള ക്ലാസ് റൂം ലൈക്ക് ഗൂഗിൾ മീറ്റ്, എന്താ പറയുക, നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ക്ലാസ് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ വിർച്വൽ ക്ലാസ് റൂം, അല്ലെങ്കിൽ സൂം വഴി ക്ലാസ് എടുക്കാറുണ്ട്. അതിനെയാണ് വിർച്വൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി കമ്പ്യൂട്ടിംഗ് ആണ്. അതായത് നമ്മൾ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട്, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കമ്പ്യൂട്ടിംഗ് ചെയ്യുകയാണെങ്കിൽ, കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഇ വേസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് ആ ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും എഞ്ചിനീയർ ചെയ്യുന്നതും എല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ അതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇ വേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഇലക്ട്രോണിക് വേസ്റ്റിനെയാണ് ഇ വേസ്റ്റ് എന്ന് പറയുക. അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ്, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് യൂസ് എത്തിയ ഇലക്ട്രോണിക് ഡിവൈസസ്, അല്ലെങ്കിൽ ഫാഷൻ മാറിയത് കൊണ്ട് നമ്മൾ എന്താ പറയുക ത്രോ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ, അതിൻ്റെയൊക്കെ വേസ്റ്റുകളെയാണ് ഇ വേസ്റ്റ്. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയാറില്ലേ, അപ്പോൾ അത് ഇലക്ട്രോണിക്കുകളുടെ വേസ്റ്റ് ആണെങ്കിൽ അതിനെയാണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് IT Act 2000? IT Act 2000 regulates cyber crime and e-commerce in India. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന സൈബർ ക്രൈമുകൾ, നമ്മൾ സൈബർ ക്രിമിനൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ സൈബർ ക്രിമിനൽസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. പിന്നെ ഓർഗനൈസ്ഡ് ഹാക്കേഴ്സ് ഒക്കെ ഉണ്ട്, ഒരുമിച്ച് ചേർന്നിരുന്ന് ഹാക്കിംഗ് നടത്തുന്ന പ്രശ്നക്കാർ, ഹാക്കേഴ്സ്. അപ്പോൾ ഇവരൊക്കെ സൈബർ ക്രിമിനൽസ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ ക്രൈമുകൾ, സൈബർ സ്പേസിൽ നടത്തുന്ന ക്രൈമുകളെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വന്നിരിക്കുന്ന നിയമമാണ് IT Act 2000 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ സൈബർ സ്പേസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു ആക്ട് കൂടിയാണ്. ഈ IT Act 2000 നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ബാങ്കിങ്ങിൽ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അവിടെ, ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ, ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിൽ എല്ലാം നമുക്ക് ഈ ആക്ട് അപ്ലിക്കബിൾ ആണ്, ഇവിടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ചോദ്യം, സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റീസ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, അത് നമുക്ക് ഇൻബോൺ ആയിട്ടുള്ള സ്കിൽസ് ആണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് ആരും നമ്മളെ തല്ലി പഠിപ്പിക്കുന്ന ഒന്നുമല്ല, നമ്മൾ എന്താ പറയുക കോമൺ സെൻസ് വെച്ച് നമ്മൾക്ക് ഉണ്ടാകുന്ന കുറച്ച് സ്കിൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ ലൈക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി, എല്ലാവർക്കും ഒരു ലീഡർ ആവാൻ കഴിയില്ല. അല്ലെങ്കിൽ ടീം വർക്ക്, നമുക്ക് എല്ലാവർക്കും ഒരു ടീമിനോട് കൂടെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ടല്ലോ, അതിനെയാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുക. അപ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹാർഡ് സ്കില്ല്. ഹാർഡ് സ്കില്ല് നമ്മളൊരു ജോലിക്ക് വേണ്ടി പഠിച്ചെടുക്കുന്ന, ട്രെയിനിങ്ങിലൂടെ പഠിച്ചെടുക്കുന്ന സ്കില്ലാണ് ഹാർഡ് സ്കില്ല് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വേർഡ് പ്രിപ്പയർ ചെയ്യാൻ, ഒരു PPT പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ GST ടാക്സ് ഒക്കെ നമ്മൾ ഫയൽ ചെയ്യാൻ പഠിക്കാൻ പോവാറുണ്ട്. അതൊക്കെ ഹാർഡ് സ്കില്ല. നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലാണ് ഹാർഡ് സ്കില്ല് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത്? മൈക്രോ ലേണിംഗ് മീൻസ് സബ്ഡിവൈഡിങ് ദ മേജർ ടോപ്പിക്സ് ഇൻ ടു സ്മോൾ മാനേജബിൾ പാർട്സ്. വലിയൊരു ടോപ്പിക്കിനെ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് അത് നമ്മൾ ലേൺ ചെയ്യുന്നതാണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് ഇ ബുക്ക്? 5 Ds ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്തത് എന്താണ് ഇ ബുക്ക് എന്നുള്ളതാണ്.
ആൻഡ് ഇ ബുക്ക് ഈസ് ആൻ ഇലക്ട്രോണിക് ബുക്കാണ് ഡിജിറ്റൽ വേർഷൻ ഓഫ് എ പ്രിന്റഡ് ബുക്ക്. അതായത് നമ്മൾ നോർമലി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബുക്കിനേക്കാളും ഒരു ഡിജിറ്റൽ ഫോമിൽ കിട്ടുന്ന ബുക്കാണ് ഇ ബുക്ക് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് PPC അഡ്വർടൈസിങ്? പേ പെർ ക്ലിക്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അഡ്വർടൈസിങ് ചാർജസ് അഡ്വർടൈസേഴ്സ് ഫോർ ഈച്ച് ആഡ് ക്ലിക്ക്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പരസ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സ്കിപ്പ് ആഡ് അടിക്കുമല്ലോ, 5 4 3 2 1, ആ ക്ലിക്കിനനുസരിച്ചാണ് പൈസ കിട്ടുക. അപ്പൊ അതിനെയാണ് പേ പെർ ക്ലിക്ക്, ഒരു പെർ ക്ലിക്കിനാണ് അവിടെ പൈസ. അതാണ് പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ് ഡാറ്റ മൈനിങ്? ഡാറ്റ മൈനിങ് എക്സ്ട്രാക്ട് ദ വാല്യുബിൾ ഇൻസൈറ്റ്സ് ഫ്രം ലാർജ് ഡാറ്റ സെറ്റ്. അതായത് ഒരുപാട് ഡാറ്റ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, സോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. മൈൻ ചെയ്തെടുക്കുക, സോർട്ട് ചെയ്തെടുക്കുക അതിൽ നിന്ന്. ഇനി ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ ഇപ്പോൾ അനു എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ ഡാറ്റ, അനുവിനെ തന്നെ 2 തവണ എഴുതിയേക്കുക. അപ്പോൾ എന്തുണ്ട്, ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്, എറർ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡ്യൂപ്ലിക്കേഷൻ എറേഴ്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ആരാണ് ഡാറ്റ സയൻറ്റിസ്റ്റ്? എ ഡാറ്റ സയൻറ്റിസ്റ്റ് അനലൈസസ് ദ കോംപ്ലക്സ് ഡാറ്റ, ഐഡന്റിഫൈ ദ പാറ്റേൺ, പ്രിഡിക്ട് ദ ട്രെൻഡ്സ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡാറ്റ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെയാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ആരാണ് ഡാറ്റ അനലിസ്റ്റ്? ഒരു ഡാറ്റയെ അനാലിസിസ് ചെയ്യുന്ന ആൾ, ഇന്റർപ്രറ്റ് ദ ഡാറ്റ, ക്രിയേറ്റ് റിപ്പോർട്ട് ആൻഡ് ഇൻഫോം ദ ബിസിനസ് ഡിസിഷൻസ്. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ സയന്റിസ്റ്റും ഡാറ്റ അനലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള, അതായത് പ്രസന്റ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഡാറ്റ അനലിസ്റ്റ്. പ്രസന്റ് ഡാറ്റ അത് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മൈനിങ് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ, പ്രസന്റ് ഡാറ്റയുടെ കാര്യങ്ങളാണ് ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷേ ഡാറ്റ സയന്റിസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടോ, പ്രെഡിക്ട് ദ ട്രെൻഡ്സ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൂടി ആളിവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. പ്രസന്റ് ഡാറ്റയല്ല, ഇവിടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതാണ് ഡാറ്റ സയന്റിസ്റ്റും ഡാറ്റ അനലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് ഡിജിറ്റൽ ഡിവൈഡ്? The digital divide is a gap between those who understand and use the digital technology and those who don't. നമ്മുടെ എന്താ പറയുക, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ്. അതായത് നമുക്ക് ഈ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് സംഭവങ്ങളൊക്കെ AI ആയാലും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അറിയാം. നമ്മുടെ മുത്തശ്ശിമാർക്ക് അത് അറിയില്ല. അപ്പം നമ്മളും അവരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഡിജിറ്റലി ഉള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള അത്രയും ഒരു ബോധം കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ടേം ഡിജിറ്റൽ നേറ്റീവ് ആണ്. ഡിജിറ്റൽ നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റലി എന്താ പറയുക, ഡിജിറ്റൽ എറ, ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുക. മെയിനായിട്ട് നമ്മൾ പറയാറുള്ളത് പേഴ്സൺസ് ബോൺ ആഫ്റ്റർ 1980s, 1980-കൾക്ക് ശേഷം ജനിച്ചവർക്കാണ് കൂടുതലും ഈ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവർ. അപ്പോൾ അവരെയാണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ് മൂക്ക് എന്നുള്ളതാണ്. മൂക്ക് സ്റ്റാൻഡ്സ് ഫോർ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്, മൂക്ക് എന്ന് പറയുന്ന ഏരിയ. ഇറ്റ് ഈസ് എൻ ഓൺലൈൻ കോഴ്സ് വിത്ത് ദ ഓപ്ഷൻ ഓഫ് ഫ്രീ ആൻഡ് ഓപ്പൺ രജിസ്ട്രേഷൻ, എ പബ്ലിക്കലി ഷെയർഡ് കരിക്കുലം ആൻഡ് ഓപ്പൺ എൻഡഡ് ഔട്ട്കംസ്. അതായത് ഇത് ഒരു സൈറ്റ് ആയിരിക്കാം മൂക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ സൈറ്റിൽ ഡിഫറെൻറ്റ് സൈറ്റുകൾ ഉണ്ട്. അതിൻ്റെ കോഴ്സറ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് കോഴ്സറ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കോഴ്സറ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ കാണാൻ സാധിക്കും. പലതരത്തിൽ IT റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷ് നമ്മുടെ ഗ്രാമർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ടീച്ചിങ് ഫീൽഡിലേക്ക് വേണ്ടിയിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ പലതരം കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് അത് അതിൽ കയറി നമുക്കതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഫീസ് നമ്മൾ അടയ്ക്കണം. ഫീസ് പേ ചെയ്യാണ്ടുള്ള ഫ്രീ സൈറ്റ്സും ഉണ്ട്. അപ്പോൾ ഫീസ് പേ ചെയ്തിട്ട് നമ്മൾ ആ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്, വീഡിയോസ് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുക. അതിൻ്റെ പരീക്ഷയുടെ ഒരു ഡേറ്റ് തരുമ്പോൾ എക്സാം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ മൂക്ക് എന്ന് പറയുക. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ടൈപ്സ് ഓഫ് മൂക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വയ്ക്കണം. എന്തുകൊണ്ടാണ് മാസീവ് എന്ന് പറയുന്നത്? മാസീവ് എന്ന് പറയാൻ കാരണം ഇത്
ഒത്തിരി പേർക്ക്, മാസീവ് മീൻസ് ഒരുപാട് പേർക്ക് അറ്റ് എ ടൈം നമുക്ക് ഇതിൽ എൻ്റർ ആവാൻ സാധിക്കുന്നുണ്ട്. ലിമിറ്റേഷൻ ഇല്ല. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും എൻ്റർ ആവാം. ഓൺലൈൻ മീൻസ് ഓൺലൈൻ ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സ്, ഇതിലൂടെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ എന്താ പറയുക എക്സ്പ്ലനേഷൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ട. ഓരോ ടേമും എടുത്തിട്ട് എക്സ്പ്ലനേഷൻ എഴുതാം കേട്ടോ. അതിൻ്റെ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. OBC, SPOC, പിന്നെ അതേപോലെ തന്നെ MOC ആണ് വരണത്. MOC ആണ് കേട്ടോ. ഇത് മൂക്ക് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. മാസീവ് ഓപ്പൺ കോഴ്സ്, അങ്ങനെ MOC ആയിട്ടും ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് മൂക്സ് ആയിട്ട് പറയുന്നത്. അടുത്തത് എന്താണ് മിസ്സിംഗ് ഡാറ്റ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരെണ്ണം മിസ്സായി, അതിനെയാണ് നമ്മൾ മിസ്സിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. മിസ്സിംഗ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ ഒന്ന് പഠിച്ചോളൂ കേട്ടോ. അടുത്തത് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണ്. കണ്ടന്റ് മാർക്കറ്റിംഗ് ക്രിയേറ്റ് ദ ഡിസ്ട്രിബ്യൂട്ട്സ് വാല്യുബിൾ കണ്ടന്റ് ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും പലതരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് നടത്തുന്നതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. അടുത്തത് എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്നടിക്കുമ്പോൾ ക്രിസ്റ്റോക്സിൻ്റെ വരും, ചിലപ്പോൾ ക്രിസ്റ്റോക്സിൻ്റെ വരും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈറ്റ് കാര്യങ്ങളൊക്കെ ടോപ്പ് റിസൾട്ടിൽ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് അങ്ങനെ വരുത്താനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ വ്യൂസ് റീച്ച് ഒക്കെ കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ടോപ്പ് ലിസ്റ്റിൽ വരും. ഇപ്പം നിങ്ങൾ കരി എന്നൊക്കെ അടിക്കുമ്പോഴേക്കും കരിക്കിൻ്റെ വന്നിട്ടുണ്ടാവും വീഡിയോസ് ഇല്ലേ. അപ്പോൾ അതേപോലെ അങ്ങനെ വരുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് യൂസസ് പെയ്ഡ് അഡ്വർടൈസിംഗ് ടു ഇൻക്രീസ് ദ വെബ്സൈറ്റ് വിസിബിലിറ്റി ഓൺ സെർച്ച് എഞ്ചിൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പെയ്ഡായിട്ട് നമ്മുടെ പേയ്മെൻറ്റോട് കൂടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ വെബ്സൈറ്റിൽ വരുത്തുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അടുത്തത് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഏൺസ് കമ്മീഷൻസ് ബൈ പ്രൊമോട്ടിംഗ് അതേഴ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. അതായത് നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ, ഇൻഫ്ലുവൻസേഴ്സ് മറ്റുള്ളവരുടെ പ്രൊഡക്ട്സും സർവീസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിംഗ് ചെയ്യും ഇല്ലേ. ഇത് നല്ലതാണ്, ഇത് ഉപയോഗിക്കൂ, ഞാൻ ഉപയോഗിച്ചു, 1 മാസം ഉപയോഗിച്ചു എന്നൊക്കെ പറയില്ലേ. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡാപ്റ്റീവ് ഇ ലേണിംഗ്. അഡാപ്റ്റീവ് ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിൻ്റെയും എബിലിറ്റിയും നീഡും അനുസരിച്ച് നമുക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് തന്നെ സ്വന്തമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി സ്കിൽസ് അനുസരിച്ചുള്ള കോഴ്സുകൾ കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അതിനെയാണ് അഡാപ്റ്റീവ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് സെൻസ് ടാർഗറ്റഡ് മെസ്സേജസ് ടു കസ്റ്റമേഴ്സ് ഓർ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് വിയ ഇമെയിൽ. ഇമെയിലിലൂടെ നമ്മൾ മാർക്കറ്റിംഗ് നടത്തുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. അടുത്തത് എന്താണ് ന്യൂറൽ നെറ്റ്വർക്കിംഗ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്, നെറ്റ്വർക്കിംഗ് എന്നില്ല, ന്യൂറൽ നെറ്റ്വർക്ക്സ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ മെഷീൻ ലേണിംഗ് മോഡൽസ് ആണ് ഇൻസ്പയർഡ് ബൈ ദ ഹ്യൂമൻ ബ്രെയിൻ സ്ട്രക്ചർ. ഹ്യൂമൻ ബ്രെയിൻ സ്ട്രക്ചറിൻ്റെ ഒരു 1000 ഹ്യൂമൻ ബ്രെയിൻസ് ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെ അത്രയും പവർഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. അടുത്തത് എന്താണ് റിച്ച് ലീഡ് പ്രൊഫൈൽ. A rich lead profile is a detailed description of a potential customer including demographics, behaviors and preference. അതായത് ഒരു കസ്റ്റമറിൻ്റെ എന്താ പറയുക ഇതനുസരിച്ച് ആൾക്ക് എന്താണോ ഇപ്പം ആവശ്യം, ആളുടെ നീഡ് എന്താണ്, അതനുസരിച്ച് നമ്മൾ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ് റിച്ച് ലീഡ് പ്രൊഫൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രിഫറൻസ്, അവരുടെ നീഡ് എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണ്, അതനുസരിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് എന്താണ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ്. ബിഗ് ഡാറ്റ അനാലിസിസ് എന്നും പറയാം. ബിഗ് ഡാറ്റ എന്താണെന്ന് ചോദിക്കാം. അതായത് ലാർജ് ഡാറ്റേനെയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് കാറുകളെ കുറിച്ചൊരു സ്റ്റഡി നടത്താൻ പറയാണ്. അപ്പം നിങ്ങൾ ഗൂഗിളിൽ കയറി കാർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഫോർമേഷൻ അവിടെ അവൈലബിൾ ആണ്, ഒരുപാട് ഡാറ്റ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആ, എന്തെടുക്കണം, എവിടെ നിന്ന് തുടങ്ങണം അല്ലെ. കാറുകളെ കുറിച്ചൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, യാതൊരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. കാരണം അത്രമാത്രം ഡാറ്റ നമ്മുടെ മുൻപിൽ അവൈലബിൾ ആണ്. ഇതിനെയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇത് അറ്റ് ദ സെയിം ടൈം പോസിറ്റീവുമാണ് നെഗറ്റീവുമാണ്. പോസിറ്റീവ് ഇൻ ദ സെൻസ്
നമുക്ക് ഒരുപാട് ഡാറ്റ അവൈലബിൾ ആണ്, അതാണ് പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ നമ്മൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് അറിയാത്തൊരു അവസ്ഥ ഇവിടെ വരികയാണ്. ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ നെഗറ്റീവായിട്ട് നമ്മൾ പറയേണ്ടത്. അടുത്തത് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലൗഡിൽ ഇപ്പം എന്താ പറയുക, ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ക്ലൗഡിലായിരിക്കും ഡാറ്റ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്ത് പിന്നീട് നമ്മൾ അതിന് ഉപയോഗിക്കുകയാണ്. അതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ് ചാറ്റ് ബോട്ട്സ്. ചാറ്റ് ബോട്ട്സ് ആർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് സ്റ്റിമുലേറ്റ് ഹ്യൂമൻ ലൈക്ക് കോൺവെർസേഷൻസ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, ആമസോണിലായിക്കോട്ടെ, ഏത് വെബ്സൈറ്റിൽ നമ്മൾ കയറിയാലും അവിടെ ചാറ്റ് ബോട്ട്സ്, അതിൻ്റെ ഒരു കോർണറിലായിട്ട് നിങ്ങളൊരു ഇങ്ങനത്തെ ഒരു ബോക്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അവിടെ ഓട്ടോ ചാറ്റ് എന്നുള്ള രീതിക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു AI പോലെ നമുക്ക് ചാറ്റ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് പറഞ്ഞ് ചാറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ചാറ്റ് ബോട്ട്സ്. അടുത്തത് എന്താണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ. ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ആണ്. അത് റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് ഒരു ഡീറ്റെയിൽ ഇൻഫോർമേഷൻ അബൌട്ട് എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ സിസ്റ്റം ഓർ പ്രോസസ് ഓർ സർവീസ്, ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അതായത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫ്രിഡ്ജോ ടിവിയോ വാഷിംഗ് മെഷീനോ എന്ത് ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ നമുക്കൊരു യൂസർ മാനുവൽ കിട്ടില്ലേ, അതെങ്ങനെ ഉപയോഗിക്കണം, അതിൽ എത്ര ജാറുകളുണ്ട്, എങ്ങനെ നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ രീതിക്ക് നമുക്ക് പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് എഴുതിയിട്ട് യൂസർ മാനുവൽ കിട്ടാറില്ലേ, അതിനെയാണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു പീസ് ഓഫ് റൈറ്റിംഗ്, അതിൻ്റെ യൂസ് പർപ്പസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റൈറ്റിങ്ങിനെയാണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ ഒരുപാട് ടൈപ്സ് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കട്ടെ. അതിൽ ഒരു ടൈപ്പാണ് യൂസർ മാനുവൽ. അടുത്തത് എന്താണ് ബാനർ ആഡ്സ്. ബാനർ ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേഡ് ഓൺ വെബ്സൈറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് ആഡ്, ഇങ്ങനെ ഒരു ബാനർ പോലെ ഇങ്ങനെ ആഡുകൾ വരും. അതിൻ്റെ കോർണറിൽ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലോസ് ചെയ്താൽ ആ ആഡ് പോവും. അപ്പോൾ അങ്ങനെയുള്ള ആഡുകളെയാണ് ബാനർ ആഡ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് എന്താണ് സൈബർ സ്പേസ്. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ഇന്റർകണക്റ്റഡ് വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, ഇപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ കമ്പ്യൂട്ടേഴ്സിനൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്പേസ് ആണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്ക് പോലെ. ഓക്കെ, അതാണ് സൈബർ സ്പേസ്. പിന്നെ നമുക്കിതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. C2C, B2G, B2E എന്നൊക്കെ പറഞ്ഞിട്ട് G2C എന്നൊക്കെ പറഞ്ഞ് കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം നിങ്ങൾ ഓരോന്നായിട്ട്. ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു എംപ്ലോയി, ബിസിനസ് ടു ഗവൺമെൻറ്, അല്ലെങ്കിൽ G2G, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഓർ കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും. G2E എന്താ, ഗവൺമെൻറ് എംപ്ലോയീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ദെൻ G2B എന്താ, ഗവൺമെൻറ്റും ബിസിനസ്സും തമ്മിലുള്ളത്. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ മോഡൽസ് ആയിട്ടാണ് ഈ Gകൾ വരുന്നത്. G2B, G2C, G2G, ദെൻ G2E, ഇതൊക്കെ ഇ ഗവേണൻസ് മോഡൽസ് ആണ്. ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇലക്ട്രോണിക്കലി, അതായത് ഇൻ്റർനെറ്റ് വഴി നമ്മൾ നടത്തുകയാണെങ്കിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാറില്ല. ആധാറിൻ്റെ കാര്യങ്ങൾ, പാൻ കാർഡിൻ്റെ കാര്യങ്ങൾ, എന്ത് ഇൻഫോർമേഷൻസ് ആണെങ്കിലും ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെയാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോഡൽസ് ആണ് ഇതെല്ലാം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അക്ഷയ, ഫ്രണ്ട്സ്, ഭൂമി, അങ്ങനെ കുറച്ച് ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചാൽ തന്നെ ഏകദേശം ഏരിയ നമ്മുടെ കവർ ആയി എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.